രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുകയാണ് മുസ്ലിം ലീഗിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നീക്കങ്ങളെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മത്സരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFനെ അധികാരത്തിലെത്തിക്കാൻ ഏറ്റവും അധികം പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കിടയിൽ 3 തവണ മത്സരിച്ച ആളുകൾ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ തന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തീരുമാനം വരികയും അത് അച്ചട്ടായി മുസ്ലിം ലീഗ് നടപ്പിലാക്കുകയും വലിയ തരത്തിൽ അത് വിജയകരമായി പൂർത്തിയാക്കാനും വലിയ തരത്തിൽ പല വാർഡുകളും പല മുനിസിപ്പാലിറ്റികളും തിരിച്ചുപിടിക്കാനും, പ്രത്യേകിച്ച് കേരളത്തിലുടനീളം ഇടത് തരംഗം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ സമയത്തും മലബാറിൽ വലിയ തരത്തിലേക്ക് UDF തരംഗമുണ്ടാക്കാൻ ലീഗിന് സാധിച്ചൊരു മുന്നേറ്റത്തിന് അതൊരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. അത് കൃത്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിലും പല ആളുകൾക്കും ഇളവ് നൽകുന്ന സാഹചര്യമുണ്ടായി. ചില ആളുകൾക്കൊക്കെ ഇളവ് നൽകി, ചില ആളുകളെ വീണ്ടും പരിഗണിച്ചു. പി ഉബൈദുള്ള അടക്കമുള്ള ആളുകളെ വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ 2026 PK കുഞ്ഞാലിക്കുട്ടിയെ ഡോക്ടർ MK മുനീർ ഒഴികെയുള്ള ഒരാൾക്കും ഇളവ് നൽകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനമായി ലീഗ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ മലബാറിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കാസർഗോഡ് നിയമസഭാ മണ്ഡലം, നമുക്കറിയാം, എന്നെ നെല്ലിക്കുന്നെന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ 3 തവണകളിലായി ജയിച്ചുവന്ന കാസർഗോഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ നിയമസഭാ മണ്ഡലം, ആ നിയമസഭാ മണ്ഡലത്തിൽ 3 ടേം നടപ്പിലാക്കിയാൽ എന്നെ നെല്ലിക്കുന്നതിന് മത്സരിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ആര് വരുമെന്നൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ലീഗ് ലക്ഷ്യം വെക്കുകയാണ്. KM ഷാജി ഒരുപക്ഷെ കാസർഗോഡ് മത്സരിച്ചേക്കാമെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അഴീക്കോട് പരാജയപ്പെട്ട KM ഷാജി കുറച്ചുകൂടെ സേഫായ, കുറച്ചുകൂടെ ലീഗിന്റെ രാഷ്ട്രീയ പ്രാധാന്യ വോട്ടുകളുള്ള ഒരു കേന്ദ്രം തപ്പുന്നു, അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്നാൽ മലപ്പുറത്ത് സീറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ്, മലപ്പുറത്തു നിന്ന് പുറത്തുനിന്നുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ കാസർഗോഡ് നിയമസഭാ മണ്ഡലം KM ഷാജിക്കായി നൽകിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായാൽ ഉത്തര കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച വാഗ്മിയായ പ്രഭാഷകൻ കാസർഗോഡ് മത്സരിക്കുന്നത് ഉത്തര കേരളത്തിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്ക് തന്നെ വലിയ ആവേശമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.